ആത്മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഫെബ്രുവരി 26 തീയതി ഇന്നത്തെ വിശുദ്ധ ബലി മധ്യേയുള്ള ഒന്നാമത്തെ വായന എസ്തറുടെ പുസ്തകത്തിൽ നിന്ന് ഉള്ള 14 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 7 അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുമാണ്. ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത് എസ്തർ രാജ്ഞി മരണാസന്നയായിട്ട് കിടക്കുമ്പോൾ അവളുടെ പ്രാർത്ഥന, ദൈവമേ നീ എല്ലാം അറിയുന്നുവല്ലോ, എനിക്ക് വേറെ ആരും തുണയില്ല എന്ന രാജ്ഞിയുടെ പ്രാർത്ഥനയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കേൾക്കുന്നത്. ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്നാണ് 2 സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നത്. വചനത്തിൽ പറയുന്നു, വിശ്വാസി ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്തുവാൻ 3 കാര്യങ്ങൾ ചെയ്യണമെന്ന്. ഒന്നാമത്തെ കാരണം, നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം, നിരന്തരമായിട്ട് മുട്ടിക്കൊണ്ടിരിക്കണം. മൂന്നാമതായിട്ട് ദൈവത്തോട് നിരന്തരമായിട്ട് ചോദിക്കണമെന്നാണ്. സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നു, അപ്പം ചോദിച്ചാൽ തൻ്റെ കുഞ്ഞ് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ മധ്യേ ഉണ്ടോ എന്നല്ലേ സുവിശേഷം ചോദിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് നന്മയാകുന്നത് അവിടെ നിവർത്തിച്ചു തരുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ കാലതാമസമുണ്ടായിരിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ, ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെയൊക്കെ അപേക്ഷകൾ, യാചനകൾ ഒരുപക്ഷെ നടക്കാതെ പോകുന്നത്, ഒരുപക്ഷെ ഭാവിയിൽ അത് നമുക്ക് തിന്മയായി ഭവിക്കുമെന്ന് സ്വർഗത്തിലെ അപ്പന് കാലയെ കൂട്ടി അറിയുന്നത് കൊണ്ടാണെന്ന് തിരിച്ചറിയണം. ഒരു സുവർണ നിയമം, വളരെ മനോഹരമായൊരു നിയമം ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. മറ്റുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നീ അവരോട് പെരുമാറണമെന്നാണ് ഇന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഞാനെന്ന മനോഭാവം വെടിഞ്ഞുകൊണ്ട്, ഈഗോ വെടിഞ്ഞുകൊണ്ട് നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കണമെന്ന്. ഒരുപക്ഷെ നിന്റെ ജോലി സ്ഥലങ്ങളിൽ, നിന്റെ ബിസിനസ് മേഖലകളിൽ, നിന്റെ കുടുംബജീവിതങ്ങളിൽ നീ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കുമ്പോൾ നീ അതിൽ സങ്കടപ്പെടുകയല്ല, സന്തോഷിക്കണമെന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നീ ദിനത്തിൽ നമ്മൾ ബലിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും, പിതാവിൻ്റെ അടുക്കൽ ഒരു കുഞ്ഞ് അപ്പം ചോദിക്കുമ്പോൾ ആ കുഞ്ഞിനപ്പൻ നല്ലത് നൽകുന്നത് പോലെ നമ്മുടെ സ്വർഗസ്ഥിലെ അപ്പൻ നമുക്ക് നല്ലത് തരുമെന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നീ ദിനത്തിൻ്റെ എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.